ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വെള്ളിയാഴ്ച ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്നിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിൽ കുക്കിങ്ങും ക്ലീനിങ്ങും എൻ്റെ ഫ്രൈഡേ റുട്ടീനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. സുബ്ഹി നിസ്കാരവും ദിക്ർ ദുആകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാൻ എന്നിട്ടാണ് ചെയ്യാറുള്ളത്. അത് എല്ലാ ദിവസവും നമ്മൾ വെറും വയറ്റിൽ ഫസ്റ്റ് തന്നെ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പണിയും തിരക്കൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ മിക്കപ്പോഴും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കിച്ചണിലേക്ക് കയറിയ ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ വെള്ളം എടുത്ത് സെറ്റാക്കി വെക്കാറുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ എൻ്റെ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ, അപ്പോൾ രാവിലെയുള്ള മോർണിംഗ് ദുആ അവിടെ പ്ലേ ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അത് കേട്ടുകൊണ്ട് ഇങ്ങനെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവായിരിക്കും ഉണ്ടാവുക. അത് കേട്ടുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ നല്ലൊരു എനർജി ആയിരിക്കും കേട്ടോ ഉണ്ടാവാൻ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശയും അതിന് വേണ്ടിയിട്ടുള്ളൊരു വെറൈറ്റി ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേന്ന് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ സുബഹിസ്കരിക്കുന്നതിന് മുന്നായിട്ട് തന്നെ. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചട്നിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ എടുത്തൊന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ദോശ ചുടാനുള്ള പാന് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ടു ബാക്കായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മളെ പണികളെല്ലാം പെട്ടെന്ന് തന്നെ തീരുന്നതായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ചുടുന്നതിൻ്റെ ഇടയിലായിട്ടാണ് ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ള ദിക്റില്ലേ, അതും കൂടെ ചൊല്ലിക്കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു പണികളെല്ലാം എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനും എന്തായിക്കോട്ടെ, നമ്മളെ മനസ്സിനായിക്കോട്ടെ, ശരീരത്തിനായിക്കോട്ടെ, നമ്മളെടുക്കുന്ന പണികൾക്കായിക്കോട്ടെ, എല്ലാത്തിനും ഒരു നല്ലൊരു സുഖം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ചുടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്ത് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശ ചുടുന്നതിൻ്റെ ഇടയിലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തലേന്ന് രാത്രി തന്നെ കുറച്ചെങ്കിലും റെഡിയാക്കി വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിരിക്കും കേട്ടോ. പിറ്റേന്ന് രാവിലെ തന്നെ കിച്ചണിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, നല്ല ക്ലീനായിട്ട് നീറ്റായിട്ടുള്ള കിച്ചണിലേക്ക് വരുമ്പോൾ അതും വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക. നമ്മൾ പണികളെല്ലാം ചെയ്യാനുള്ള ആ ഒരു മൂഡുണ്ടല്ലോ, അത് വല്ലാത്തൊരു പോസിറ്റീവായിട്ടാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മൾ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ സാധാരണയായിട്ട് തേങ്ങ ചട്നി അല്ലെങ്കിൽ സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉണ്ടാക്കുക. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിലൊരു ചട്നിയാണ് കേട്ടോ ഇന്ന് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 വലിയുള്ളി കട്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. ഒരു 5-6 വെളുത്തുള്ളി തൊലി കളഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. മുളക് പൊടിയും ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ മിക്സായി കിട്ടുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു ദോശനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇത് സാധാരണ നമ്മൾ അരിയും ഉഴുന്നും മാത്രം കൊണ്ടുണ്ടാക്കുന്ന ദോശയല്ല, നല്ല അടിപൊളി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ്. അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുകും കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകില്ലേ, അതുകൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, അതിൻ്റെ എല്ലാം മിക്സില്ലേ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് നല്ലോണം ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി സ്മെല്ലായിരിക്കും ഉണ്ടാവുക. ദോശക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചട്നി.
പിന്നെ ദാ ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ 2-3 വലിയ തക്കാളി ഇല്ലേ, നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് പ്യൂരിയാക്കിയിട്ട് എടുക്കുക. അതും കൂടെ ഉള്ളി വെളുത്തുള്ളി അതിനെല്ലാം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ദോശൻ്റെ മാവില്ലേ, അത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യമായിട്ടുള്ളത് അത്രത്തോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു ചട്നി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതാ ഒരു കൈപ്പിടി നിറയായിട്ട് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചട്നി. ഇതുവരെ ഇങ്ങനെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. ഇനി ഇത് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. തിള വരുമ്പോൾ തന്നെ 1-2 മിനിറ്റ് കഴിയുന്നേരം ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നേരത്തെ ദോശയെക്കുറിച്ച് പറഞ്ഞില്ലേ, നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു ദോശയാണ്. ഇൻഷാ അള്ളാ ഇനി വരുന്ന വീഡിയോസിലെല്ലാം ഞാനതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. അങ്ങനെ ദാ മക്കളെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് സമയം കറങ്ങി നടന്ന് ചെടികളെയും എല്ലാം നോക്കി കഴിഞ്ഞതിന് ശേഷം എന്നിട്ട് പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ രാത്രി തലേന്ന് ചെയ്ത് വെച്ചിനെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആ ഒരു നേരം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ജഗപൊകയായിട്ടുള്ള ഒരു സമയമായിരിക്കും അല്ലേ. എന്ത് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്ത് വല്ലാത്തൊരു തിരക്കായിരിക്കും ഉണ്ടാവുക. കുട്ടികളെ നല്ല രീതിയിൽ സന്തോഷത്തോടെ പറഞ്ഞേക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ വൈകുന്നേരം വരെയുള്ള ആ ഒരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മൈൻഡിലൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ചെടികളെല്ലാം ഒന്ന് നോക്കുക. ചെടികളിലുള്ള മഞ്ഞ ഇലകളും വാടിയ ഇലകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് അതിനെ ഒരു ഫ്രഷപ്പ് ചെയ്തെടുക്കാൻ കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീട്ടിലുള്ള എന്ത് പണികൾ ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാലും വായിൽ ദിക്റും സ്വലാത്തും ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക കേട്ടോ. അത് മാത്രമാണ് നമ്മളെ കൂട്ടിലുണ്ടാവുക. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു പണിയില്ലാത്തൊരു പണിയാണല്ലോ വീട്ടമ്മ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാലും കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാലും ബാത്റൂമിലൊഴികെ നമ്മൾ മാക്സിമം ദിക്റും സ്വലാത്തും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചൊല്ലാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്തില്ലേ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് വേണ്ടാത്തൊരു ചിന്തകളുണ്ടാവുമല്ലോ. നമ്മൾ ചിന്തിച്ചാണല്ലോ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ആ ഒരു ചിന്തകളെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ ഈ ഒരു ദിക്ർ സ്വലാത്ത് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും. എല്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതാ എൻ്റെ മുറ്റത്തെ ചെടികളും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം തലേന്ന് വൈകുന്നേരം, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം നഖം മുറിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടേനും. അപ്പോൾ എൻ്റെ നഖം മുറിക്കലും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വ്യാഴാഴ്ച വൈകുന്നേരമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ജുമുക്ക് മുമ്പായിട്ടോ നഖം മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ആ ഒരു സുന്നത്തിൻ്റെ കൂലിയും നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ദാ എൻ്റെ മുറ്റത്തുള്ള കറക്കവും നഖം മുറിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് കിച്ചൻ്റെ അവസ്ഥയാണിത്. പിന്നെ ഞാൻ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് കിച്ചൺ ക്ലീനിങ്ങും ബാക്കിയുള്ള പണികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. മക്കളെ സ്കൂളിലേക്ക് അയച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാൻ നിൽക്കാറുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് റാഹത്തോടു കൂടി കഴിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ദോശ ചൂടോടെ തന്നെ ഉണ്ടാക്കിയിട്ട് ആ ഒരു സമയത്ത് തന്നെ കഴിക്കാന്നിട്ടാണ് ചെയ്യുന്നത്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ദോശയാണിത്. ഇഡ്ഡലി ദോശേൻ്റെ ഉള്ള മാവ് നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കയറി കണ്ടോക്കണേ. പിന്നെ ഇല്ലേ എൻ്റെ കഴിഞ്ഞ കുറച്ച് വീഡിയോസിനായിട്ട് നിങ്ങൾ തന്ന സ്നേഹവും ലൈക്കും കമൻസും സപ്പോർട്ടും എല്ലാം ഒരുപാട് വലുതാണ് കേട്ടോ. അതിനെല്ലാം എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇൻഷാ അള്ളാ ഇനിയും അങ്ങോട്ട് ഇതേപോലത്തെ സ്നേഹവും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാ എൻ്റെ ദോശയുടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഈ ഒരു ചട്നിയും കൂട്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടേനും. റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ദോശക്കും ഇഡ്ലിക്കും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ചട്നി. ഇതുവരെ ഇങ്ങനെ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ എന്നാലും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കെല്ലാം അറിയിക്കണേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാക്കിയുള്ള പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇല്ലേ നമ്മൾ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് നമ്മൾ ന്യൂ ഇയർ ഇങ്ങെത്തി കഴിഞ്ഞിരിക്കുകയാണല്ലേ. മുഹറം മാസം നമ്മളെ പടിവാതിൽക്കൽ വന്നെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. വളരെ പുണ്യമാക്കപ്പെട്ട നാളുകളാണ് വരാൻ പോകുന്നത്. റമദാൻ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
മാസമാണല്ലോ മുഹറം. അപ്പോൾ മുഹറത്തിലെ ആദ്യത്തെ 10 നോമ്പിന് വല്ലാത്തൊരു പുണ്യമാക്കപ്പെട്ടൊരു നോമ്പാണ് കേട്ടോ. സുന്നത്താക്കപ്പെട്ട നോമ്പ് കഴിയുന്നവരൊക്കെ 1 മുതൽ 10 വരെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിലില്ലേ 9, 10 ആശുറ, താസുഅ എന്ന് പറയുന്ന ആ ഒരു സുന്നത്താക്കപ്പെട്ട വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട സുന്നത്താക്കപ്പെട്ട നോമ്പാണ് കേട്ടോ മുഹറം മാസത്തിലെ 9, 10 നോമ്പ്. അപ്പോൾ കഴിയുന്നവരൊക്കെ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇതാ വർത്തമാനം പറയുന്നതിന് ഇടയിലായിട്ട് തന്നെ എൻ്റെ ഫുഡ് കഴിക്കലും കിച്ചൺ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇല്ലേ ക്ലീനിങ് പരിപാടി കിച്ചണിൽ സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ പകുതി പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ ഇതാ എൻ്റെ പാത്രങ്ങളും കഴുകലും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ ഉള്ളിൽ വെച്ച ചെടികളിലില്ലേ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 4-5 ദിവസം കൂടുമ്പോൾ ഒക്കെയാണ് കേട്ടോ ഞാനിതിലുള്ള വെള്ളമൊക്കെ മാറ്റി കൊടുക്കാറുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ ചെടികളെല്ലാം എപ്പോഴും ഒരേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ദാ എൻ്റെ മണി പ്ലാന്റിൻ്റെ ആ ഒരു വെള്ളമൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. اللهم صل وسلم على من سميته شاهدا بصيرا ومهديا محمد. ഇനിയിപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. മക്കൾ സ്കൂളിൽ പോകുന്ന തിരക്കിൽ അവിടെ ഇവിടെ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ അതിലൊന്ന് അതിൻ്റെതായ സ്ഥാനത്തെടുത്ത് വെക്കട്ടെ. ഒതുക്കലും പെറുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അപ്പോൾ തന്നെ നമ്മളെ വീട് പകുതി മുക്കാലും എന്താ പറയുക നീറ്റായിട്ടുള്ളൊരു ഫീലാണ് കേട്ടോ ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടിക്കലും തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ശരിക്കും ഒരു 1/4 മണിക്കൂറുണ്ടെങ്കിലില്ലേ നമ്മളെ വീട് മൊത്തത്തിലുള്ളൊരു എന്താ പറയുക ആര് കണ്ടാലും മോശമില്ലാത്ത രീതിയിലുള്ളൊരു ക്ലീനിങ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. രാവിലെ തന്നെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് ശുദ്ധവായു ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. കർട്ടൻ പൊന്തിക്കുക. പിന്നെ ഫ്രണ്ടിൽ തന്നെയുള്ള സോഫയിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയുള്ള തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെതായ സ്ഥാനത്ത് വെക്കുക. വാഷ് ചെയ്യാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിലേക്കോ അല്ലെങ്കിൽ കല്ലിൽ അലക്കുന്നവരാണെങ്കിൽ അത് അതിൻ്റെതായ സ്ഥലത്തേക്കൊന്ന് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ സ്ഥലം എന്താ പറയുക സമയവും സൗകര്യവും ഉള്ളപ്പോൾ എന്നല്ല അലക്കാൻ വേണ്ടിയിട്ട് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള തുണികളൊക്കെ അതിന് വേറൊരു സ്ഥലത്തേക്ക് എടുത്ത് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ വന്ന് കയറുന്ന കാണുന്നൊരു സ്ഥലമാണല്ലോ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. അതും കൂടെ എപ്പോഴും നീറ്റാക്കി വെച്ച് ചെറിയൊരു ഡെക്കോറും കാര്യങ്ങളൊക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ വീട് മൊത്തത്തിലൊന്ന് പോസിറ്റീവായിട്ട് തോന്നിട്ടാ കയറി വരുന്നവർക്ക് ഇവർ കൊള്ളാം, ഇവർ വൃത്തിമെടുപ്പുള്ള ആൾക്കാരാന്നുള്ള ആ ഒരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഒതുക്കി പെറുക്കലും ക്ലീനിങ്ങും ടേബിൾ തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അന്ന് നല്ലൊരു വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ. കുറേ ദിവസം നല്ല മഴ പെയ്തിട്ട് നല്ലൊരു വെയിലുള്ള ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഷ് ചെയ്യാനുള്ളതെല്ലാം ഞാൻ രാവിലെ തന്നെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് തുണികളെല്ലാം ആറിയിടാനായിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് ആറിയിടട്ടെ. അങ്ങനെ ഇതാ തുണികൾ ആറിയിടലും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടി നോക്കില്ല. നെയ്ച്ചോറും പരിപ്പ് കറി അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. 11 മണീൻ്റെ മുന്നായിട്ട് തന്നെ ലഞ്ചിൻ്റെ പരിപാടി കഴിയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുമാക്ക് മുമ്പായിട്ട് തന്നെ കുറച്ച് ഖുർആനോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ പരിപാടി കഴിച്ച് വെച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം കഴുകി ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉള്ളി, തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കല. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തില്ലേ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള തക്കാളി, പച്ചമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് വെക്കാന്നുണ്ടെങ്കിൽ നമ്മൾ സമയം ഒരുപാട് ലാഭിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ചോറിൻ്റെയും കറികളുടെയും അങ്ങനത്തെയൊക്കെ ഉള്ളി, തക്കാളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കല.
ഇതിൽ തുടക്കക്കാർക്ക് പോലും ഫ്ലോപ്പാവാത്ത രീതിയിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്ച്ചോറിൻ്റെയും കറികളുടെയൊക്കെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടോക്കുക. അപ്പോൾ അതാ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതെല്ലാം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, ഒരു വലിയ ഉള്ളിൻ്റെ പകുതി നല്ല നേരിയതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി റൈസ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അളന്ന് ഒരു പാത്രത്തിലേക്ക് വെച്ച് അപ്പുറത്തെ സൈഡിലേക്ക് തിളക്കാനും വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കഴുകിയെടുക്കലാണ് കേട്ടോ. 2 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് ഇതൊന്ന് കഴുകിയെടുക്കട്ടെ. കഴുകിയെടുത്തിട്ടുള്ള അരി ഒരരിപ്പയിലിട്ട് വെള്ളം ഊറ്റാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളമാണ് കേട്ടോ തിളപ്പിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്നും വാടണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളമില്ലേ അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറക്റ്റ് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിലല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടിയും കഴിയുന്നതായിരിക്കും. ഇനി അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറിന് നല്ലൊരു വൈറ്റ് കളർ തന്നെ ഉണ്ടാവും. വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയില്ലേ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ആവശ്യങ്ങൾ കഴിഞ്ഞ പാത്രങ്ങളൊക്കെ അല്ലേ അത് കഴുകേണ്ടത് കഴുകി വെക്കുക, അല്ലെങ്കിൽ എടുത്ത് വെക്കേണ്ടത് എടുത്ത് വെക്കുക. അപ്പോൾ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ പണിയെല്ലാം വേഗം തന്നെ കഴിയുന്നതായിരിക്കും കേട്ടോ. പിന്നെ നെയ്ച്ചോറിൻ്റെ അരി കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പരിപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് 1 കപ്പ് അളവിൽ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസൂർ ദാലില്ലേ അതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ പരിപ്പ് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറും പരിപ്പറിയും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടെ ചേർത്ത് വേവാനും വേണ്ടിയിട്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 വിസിൽ കേൾക്കുന്നത് വരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ നെയ്ച്ചോറുള്ള വെള്ളമെല്ലാം വറ്റിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/4 ഭാഗത്തോളം കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് കുറച്ചുകൂടെ വേവാനായിട്ടുണ്ട്. അപ്പോൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചത് കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ഇല്ലേ, ഡ്രൈ ഫ്രൈ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നല്ലോണം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോറാണ്. ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറും പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വൈറ്റ് എള്ളില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വിനെഗറിന് പകരമായിട്ട് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കൈ വെച്ചിട്ടായാലും സാരില്ല, സ്പൂൺ വെച്ചിട്ടായാലും സാരില്ല, എങ്ങനെയായാലും ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നോട് നേരത്തെ വിട്ടുപോയാൽ. അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്യുമ്പോൾ എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടാൻ. ഇതില്ലേ നമ്മളെ മാഹി തലശ്ശേരി ഭാഗത്തെല്ലാം കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിക്കൻ പൊരിച്ചയില്ലേ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കോഴി പൊരിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു കച്ചമ്പർ കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നെയ്ച്ചോറിന് വേറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നെയ്ച്ചോറും കച്ചമ്പറും അച്ചാറും അത് മാത്രമേ ഉണ്ടെങ്കിലും നല്ല പൊളിക്കട്ട.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കച്ചമ്പറ റെഡിയാക്കി എടുക്കല. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇതെല്ലാം ഒന്ന് കട്ടാക്കി എടുത്തിന്. കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ, കട്ടാക്കിയിട്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനെഗറും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഞെരടി എടുക്കുന്നുണ്ട്. ഇത് ചെയ്യേണ്ടത് കൈ വെച്ചിട്ട് തന്നെ ആയിരിക്കണം കേട്ടോ, അപ്പം മാത്രമേ ആ ഒരു കച്ചമ്പറിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കൈ വെച്ചിട്ട് കച്ചമ്പർ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതവിടെ അടച്ച് വെക്കാം. പരിപ്പ് വിസിലെല്ലാം പോയി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എന്താ പറയുക, ചട്ടിയാച്ചി ഒഴിക്കാന്ന് പറയും നമ്മൾ, കടുക് വറുത്തിടൂലേ, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ വറവ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ പരിപ്പ് കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്ക്, നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ചൂടായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൂടെ പരിപ്പിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഇടയിലായിട്ട് തന്നെ എൻ്റെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കഴുകലും കൂടെ കഴിയുന്നുണ്ടേനു കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമെന്നിട്ടാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ ചിക്കൻ പൊരിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളും കുറവായിരിക്കും, നമ്മൾ കുക്കിംഗ് പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പ് കറിയില്ലേ, അതിലേക്ക് മല്ലിയില ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടേനും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരട്ടെ, അപ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പ് തുടക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യട്ടെ. അങ്ങനെ നെയ്ച്ചോറും പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെയൊക്കെ കൂടെ ലാസ്റ്റായിട്ട് ഒരു പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പണി ഏകദേശം കഴിയും കേട്ടോ. അപ്പോഴേക്ക് സമയം ഏകദേശം 11:15 11:30 മണി ആയിട്ടുണ്ടേനു. പിന്നെ ഞാൻ നേരെ വുളു എടുത്ത് ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് പോവാന്ന് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താക്കപ്പെട്ട അൽക്കാഫ് സൂറത്തില്ലേ, അത് ഓതാനായിട്ട് നോക്കലുണ്ട്. അപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ ഉണ്ടാവുക. അത് ചെയ്യുന്നവർക്ക് മനസ്സിലാവും, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. അതിൻ്റെ പോസിറ്റിവിറ്റി എന്തായാലും ഉണ്ടാവും കേട്ടോ. വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പായിട്ട് അൽക്കാഫ് സൂറത്ത് ഓതുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും വലിയൊരു മഹത്തായ ഒരു സംഭവമാണ്. വെള്ളിയാഴ്ച നമ്മൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും പടച്ചോൻ നമുക്ക് തരുന്ന ആ ഒരു സമയമാണല്ലോ. അപ്പോൾ നമ്മൾ അൽക്കഹഫ് സൂറത്ത് ഓതിയിട്ട് പടച്ചോനോട് ദുആ ചെയ്യുക. നമുക്കുള്ള ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പടച്ചോനോട് പറയാന്നുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഒരു സമയത്തില്ലെങ്കിൽ മറ്റൊരു സമയത്ത് നമുക്ക് പടച്ചോൻ തരുന്നതായിരിക്കും കേട്ടോ. നമ്മൾ പടച്ചവനോട് എത്രത്തോളം അടുക്കുന്നോ അതിൻ്റെ ഇരട്ടിയായിട്ട് 10 ഇരട്ടിയായിട്ട് നമ്മളോട് പടച്ചവൻ അടുക്കുമെന്നാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യാന്നുണ്ടെങ്കിലും ഹൈറായ രീതിയിൽ ഹലാലായ രീതിയിൽ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കാര്യവും വിജയത്തിലേക്കായിരിക്കട്ടെ ഉണ്ടാവുക. അങ്ങനെ എൻ്റെ ഖുർആനോദലും ളുഹർ നിസ്കാരവും കുറച്ച് റെസ്റ്റ് എടുക്കലെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറും പരിപ്പ് കറി, ചിക്കൻ പൊരിച്ച്, പിന്നെ കച്ചമ്പർ, അച്ചാർ, പപ്പടം ഇതെല്ലാം കൂട്ടിയിട്ട് ലഞ്ച് കഴിക്കലാണ്. പിന്നെ കുറച്ച് നേരം മുറ്റത്തേക്ക് ഇറങ്ങുക. എനിക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് മഴ ഉണ്ടെങ്കിൽ മുറ്റത്തിറങ്ങില്ല, ഇങ്ങനെ മഴ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം കുട്ടിയുടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുട്ടിക്ക് ഇപ്പോൾ നെയ്ച്ചോറും കറിയൊന്നും വേണ്ട, സിമ്പിളായിട്ടൊരു സാൻഡ്വിച്ച് മതി എന്നിട്ട് അങ്ങനെ സാൻഡ്വിച്ച് റെഡിയാക്കി കൊടുക്കില്ല. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ല, മറന്നു പോയിട്ടില്ലേ, ഒന്ന് ലൈക്ക് ചെയ്താളാ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ അഭിപ്രായങ്ങൾ അതെന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ജസ്റ്റ് ഒരു ഇമോജിയെങ്കിലും സ്മൈലെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും, ബൈ.